അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വെച്ചാണ് നിർത്തിയത്? മിശ്രഭിന്നങ്ങൾ വെച്ചാണ് നമ്മൾ ക്ലാസ് നിർത്തിയത് അല്ലേ? എന്താണ് മിശ്രഭിന്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ആഫ്റ്റർനൂൺ ബബിത. എന്താണ് മിശ്രഭിന്നങ്ങൾ എന്ന് പറയുന്നത്? ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും ചേർന്ന് വരുന്ന രൂപത്തെയാണ് എന്താണ് നമ്മൾ മിശ്രഭിന്നങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പൂർണ്ണസംഖ്യയെ ഒരു മിശ്രഭിന്നവുമായിട്ട് എങ്ങനെയാണ് കൂട്ടുന്നതെന്ന് നോക്കി അല്ലെ? എല്ലാവർക്കും അത്രയും ഭാഗം ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഒരു മിശ്രഭിന്നത്തെ ഒരു ഭിന്നസംഖ്യയുമായിട്ട് എങ്ങനെയാണ് കൂട്ടുന്നതെന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എഴുതുക. 3/8 പ്ലസ് 1/8 സമം ക്വസ്റ്റ്യൻ മാർക്ക്. ഒന്ന് ചെയ്തിട്ട് ആൻസർ കമന്റ് ചെയ്തേ എല്ലാവരും. ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യും. അർച്ചനയ്ക്ക് 4/1/2 കിട്ടി. അർച്ചന ഒന്നുകൂടെ ചെക്ക് ചെയ്യും. ബബിത, ഷംല പെട്ടെന്ന് കമന്റ് ചെയ്യാൻ ആൻസർ. ഓക്കെ, ഞാൻ പറയട്ടെ. നമുക്കിതാ 3/8 എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് എഴുതാം? 3 പ്ലസ് 3/8 പ്ലസ് 1/8 അല്ലേ? ഇതെന്ത് ചെയ്യാം? ഭിന്നസംഖ്യകൾ തമ്മിലുള്ള അഡീഷൻ അല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 3 ഇവിടെ എഴുതി പ്ലസ്. ഇനി എന്ത് ചെയ്യുക? ഒരേ ഛേദമാണ്. ഛേദം ഒന്നാണെങ്കിൽ എന്ത് ചെയ്യുക? ഛേദമായിട്ട് തന്നെ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക? അംശങ്ങളെ തമ്മിൽ കൂട്ടി എഴുതുക അല്ലെ? 3 + 1 എത്രയാ? 4. ഇതിനെ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാലോ. എങ്ങനെ വരും? 1/2 എന്ന് വരും. അതായത് 3 + 1/2 എന്ന് വരും. 3 + 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? 3/1/2 എന്നാണ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും കിട്ടിയോ ഈ ഉത്തരം? എന്താ ആരും ഒന്നും മിണ്ടാണ്ടിരിക്കണേ? ആരെയും കമന്റ് കാണുന്നില്ലല്ലോ. ഓക്കെ, ഉത്തരം എത്രയാണ്? 3/1/2. എല്ലാവർക്കും ഇതാണോ കിട്ടിയേ? എല്ലാരും ഒന്ന് എസ് ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, കമന്റ് കാണാം. അടുത്തൊരു ക്വസ്റ്റ്യൻ തരട്ടെ. 3/13 പ്ലസ് 10/30 സമം ക്വസ്റ്റ്യൻ. ഷംലയ്ക്ക് കിട്ടിയില്ലേ? ചെയ്തു നോക്ക്. സമയം എടുത്ത് ചെയ്തോ, കുഴപ്പമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തവര് രണ്ടാമത്തെ ക്വസ്റ്റ്യന് ആൻസർ പറയുക ചെയ്തിട്ട്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? ചെയ്യേണ്ട രീതി മനസ്സിലായോ രണ്ടുപേർക്കും? ഷംലയ്ക്കും ഭഗവതിക്കും മനസ്സിലായോ? ചെയ്യേണ്ട രീതി മനസ്സിലായോ? ഓക്കെ, ഞാനൊരു കാര്യം കൂടെ പറയാണ്. ഇപ്പൊ നമ്മുടെ ഇത് മിക്സഡ് ഫ്രാക്ഷനിലാണ് ആൻസർ വന്നിരിക്കുന്നത്. ഇത് അവിടെ വിഷമ ഭിന്നത്തിലാണ് ഉത്തരം വരുന്നതെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഉത്തരം? അതുകൂടെ ഒന്ന് പറഞ്ഞേക്ക് നിങ്ങള്. ആദ്യത്തെ ക്വസ്റ്റ്യനില് ഉത്തരം വിഷമ ഭിന്നത്തിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നതെങ്കിൽ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? രണ്ടാമത്തെ ഉത്തരം 3. അർച്ചനയ്ക്ക് കിട്ടി.
ഞാൻ ചോദിക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് മിശ്ര ഭിന്നത്തിൽ ഉത്തരം കിട്ടിയിരിക്കുന്നതാണ് 3 1/2. ചിലപ്പോൾ ഇതിന്റെ ഉത്തരം ഇവിടെ അവർ വിഷമ ഭിന്നത്തിലാണ് തന്നെങ്കിൽ അതിന്റെ ഉത്തരം എങ്ങനെയായിരിക്കും? ഇതിനെ കൊണ്ട് ഇതിനെ ഗുണിക്കുക. എത്ര? 2 3 6, 6 + 1 എത്രയാ? 7. ഉത്തരം എന്ത് വരും? 7/2. ഈ രണ്ട് രീതിയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഉത്തരം പറയുക എല്ലാവരും ചെയ്തിട്ട്. രണ്ടാമത്തെ ഷംലയ്ക്ക് 3 കിട്ടി. ഓക്കെ, രണ്ടുപേരും ഉത്തരം കമന്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ പെട്ടെന്ന് കമന്റ് ചെയ്യുക. ബബിതയ്ക്ക് 3 കിട്ടി. ഓക്കെ, ആദിക്ക് 3 കിട്ടി. ഓക്കെ, നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 + 3/13 + 10/13 എന്ന് എഴുതാം അല്ലെ? മെർലിന് 3 കിട്ടി. പിന്നെ എന്തുവാ? 2 + ഛേദം സെയിം ആണ്, അപ്പൊ ഛേദമായിട്ട് തന്നെ എഴുതി. അടുത്ത എന്താ? 3 + 10 എത്രയാ? 13. 13/13 എത്ര കിട്ടി? 1 കിട്ടി. ഉത്തരം എന്താ? 2 + 1 എത്ര കിട്ടി? 3 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ഇത്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. ഉത്തരം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ ഇത്? ഇല്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 5 4/15 + 7/30. ഉത്തരം കിട്ടിയവര് പെട്ടെന്ന് കമന്റ് ചെയ്യുക. അർച്ചന 5 1/2. ഒരാൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. 5 1/2. സുധിലാല് 5 1/2. ഓക്കെ, ബാക്കിയുള്ളവരും കൂടെ പെട്ടെന്ന് കമന്റ്. അശ്വതിക്ക് 5 1/2. ബബിതയ്ക്കും 5 1/2. ഓക്കെ, മെർലിൻ ഷംല പെട്ടെന്ന് കമന്റ് ചെയ്. സുനിത പോയോ? കമന്റ് കാണുന്നില്ല. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞോട്ടെ. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 5 +
4/15 പ്ലസ് 7/30. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുക, വ്യത്യസ്ത ഛേദമാണ്. അപ്പൊ എന്ത് ചെയ്യുക, അവയുടെ എൽസിയം കാണുക. ഫസ്റ്റ് 5 പ്ലസ് 15 30. കൂട്ടത്തില് വലിയ സംഖ്യ എടുക്കുക. വലിയ സംഖ്യ എന്ന് പറയുന്നത് ചെറിയ സംഖ്യയുടെ ഗുണിതമാണോ നോക്കുക. 15ന്റെ ഗുണിതമാണ് 30. അപ്പൊ ഇവയുടെ ലസാഗു എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 ആയിരിക്കും. അപ്പൊ ഞാൻ ഛേദമായിട്ട് എന്തെടുത്തു? 30 എടുത്തു. ഇനി അടുത്ത എന്താ ചെയ്യുക, 15ൽ 30 എത്ര പ്രാവശ്യം നോക്കുക? 2 പ്രാവശ്യം. അപ്പൊ എന്ത് ചെയ്യുക, 15ന്റെ അംശത്തിലുള്ള 4നെ എന്ത് ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് 30ൽ 30 ഒരു പ്രാവശ്യം. 1 ഇൻറ്റു 30ന്റെ അംശത്തിൽ ആരുണ്ട്? ഒരു 7 ഉണ്ട്. ഇനി എന്ത് ചെയ്യുക, 5 പ്ലസ് 24 എത്രയാ? 8. 8 പ്ലസ് 7 എത്രയാ? 15. 15/30 എന്ന് വരും. ഇതിന് നമുക്ക് വീണ്ടും വെട്ടിച്ചേർത്താകാം. എത്ര കിട്ടി? 1/2 എന്ന് കിട്ടി. 5 പ്ലസ് 1/2 എന്ന് പറയുന്നത് എത്രയാണ്? 5 1/2. ഉത്തരം എത്രയാണ്? 5 1/2. എല്ലാവരുടെയും ഉത്തരം കറക്റ്റ് ആണ്. ഓക്കെ, ഇത് ആൻസർ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് ബാ. ഓക്കെ, അപ്പൊ നമുക്ക് മിശ്ര ഭിന്നത്തിൽ ഉത്തരം ഇങ്ങനെ കിട്ടി. ഇനി വിഷമ ഭിന്നത്തിലാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉത്തരമെങ്കിൽ എന്ത് ചെയ്യുക, ഇതിനെ ഇങ്ങോട്ട് ഗുണിക്കുക. 2 10. 10 പ്ലസ് 1 എത്രയാ? 11. 11/2. രണ്ട് രീതിയിലും ആൻസർ കാണുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ ആക്കിയപ്പോൾ മിശ്ര ഭിന്നത്തിലും കാണുന്നുണ്ട് ഉത്തരം, വിഷമ ഭിന്നത്തിലും ഉത്തരം ചില ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ രണ്ടും പറഞ്ഞു പോകുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 2 1/5 പ്ലസ് 7 3/5. ഇനി എങ്ങനെയാണ് രണ്ട് മിശ്ര ഭിന്നങ്ങളെ തമ്മിൽ കൂട്ടുന്നത് എന്നാണ്. ഓക്കെ, ആദ്യത്തെ വേണമെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്ന് ചെയ്ത് കാണിക്കാം. 2 1/5 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 2 പ്ലസ് 1/5 പ്ലസ് 7 3/5 എന്ന് പറയുമ്പോൾ 7 പ്ലസ് 3/5. ഇനി എന്ത് ചെയ്യുക, ഈ രണ്ടിനെയും 7നെയും തമ്മിൽ കൂട്ടുക. എത്ര കിട്ടി? 9 പ്ലസ് 1/5 പ്ലസ് 3/5. ഇപ്പൊ നമ്മൾ മുന്നേ ചെയ്ത രൂപത്തിലേക്ക് മാറിയില്ലേ? ഇനി എന്ത് ചെയ്യുക, ഈ 9നെ കൂട്ടുക. 9 പ്ലസ് ഛേദം സെയിം ആയതുകൊണ്ട് എന്തെഴുതുക? ഛേദമായിട്ട് എഴുതുക. അംശങ്ങളെ തമ്മിൽ കൂട്ടി എഴുതുക. അപ്പൊ ഫൈനൽ ആൻസർ നമുക്ക് എത്ര കിട്ടി? 9 4/5 എന്ന് കിട്ടി. ക്ലിയർ ആയോ ഇത് ചെയ്യേണ്ടത്? അപ്പോ ഇതിന്റെ ഉത്തരം നമുക്ക് വിഷമ ഭിന്നത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര കിട്ടും? 9 45. 45 4 എത്രയാ? 49/5 എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായോ? യെസ്. ഓക്കെ, എന്നാ ചെയ്യുക. ഇത് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പോകാൻ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബബിത കഴിഞ്ഞു. എല്ലാരും കഴിഞ്ഞല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ തരട്ടെ?
അടുത്ത ക്വസ്റ്റ്യൻ 4 3/8 പ്ലസ് 3 6/8 സമം ക്വസ്റ്റ്യൻ. ഓക്കെ, ഉത്തരം ചെയ്തിട്ട് കമന്റ് ചെയ്യുക. ചെയ്ത് കിട്ടുന്നത് വിഷമ ഭിന്നത്തിലായിരിക്കും. അതിനെ ജസ്റ്റ് ഒന്നുകൂടെ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റിയിട്ട് കൂട്ടി എഴുതിയാൽ മതി, കറക്റ്റ് ഉത്തരം കിട്ടും. സെവൻ 9/8 അർച്ചനയ്ക്ക്. അർച്ചനയുടെ ഇത്രയും കറക്റ്റാണ്. അർച്ചന, നമുക്ക് ഇവിടെ ഒന്നുകൂടെ അതിനെ ചെറുതാക്കാലോ. 9/8 അതൊരു വിഷമ ഭിന്നല്ലേ, അതിനെ വീണ്ടും നമുക്ക് മിശ്ര ഭിന്നാക്കാലോ. മെർലിൻ 8 എന്ന് കിട്ടി. ബബിതക്കും 7 9/8. നിങ്ങൾക്ക് ആ 9/8 ഒന്നുകൂടെ മിശ്ര ഭിന്നാക്കാലോ, കാരണം അത് വിഷമ ഭിന്നല്ലേ. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ എന്നാലേ. ഇനി നമ്മള് നേരത്തെ പോലെ നേരത്തെ പിടിച്ച് എഴുതണ്ട. സുനിതക്കും 7 9/8 കിട്ടി. 4 3 തമ്മിൽ കൂട്ടുക, എത്ര കിട്ടി? 7 കിട്ടി. ഇനി എന്താ, ഛേദങ്ങൾ സെയിം ആണ്, എന്തെഴുതുക? ഛേദമായിട്ട് എഴുതുക. 8 അംശങ്ങൾ തമ്മിൽ കൂട്ടി എഴുതുക. 3 + 6 എത്ര കിട്ടി? 9 കിട്ടി. നമ്മുടെ മിശ്രഭിന്നത്തിന്റെ രൂപം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു പൂർണ്ണ സംഖ്യയും അതിനോടുകൂടെ ഒരു സാധാരണ ഭിന്നവും ആയിരിക്കണം. പക്ഷെ ഇതെന്താ, ഇതൊരു പൂർണ്ണ സംഖ്യയാണ് 7, അതിന്റെ കൂടെ വന്നിരിക്കുന്നത് ഒരു വിഷമ ഭിന്നാണ്. അപ്പൊ ഇതൊരു മിശ്ര ഭിന്നാണോ? അല്ല. നമുക്ക് എന്താ, ഈ വിഷമ ഭിന്നത്തെ വീണ്ടും മിശ്ര ഭിന്നാക്കാമല്ലോ. അതായത് 9/8 നമ്മൾ എന്താ മിശ്ര ഭിന്നാക്കാൻ പോവുകയാണ്. എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. ശിഷ്ട എത്ര കിട്ടി? ഒരു പ്രാവശ്യം. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 7 കിട്ടി. പ്ലസ് ഹരണഫലത്തിന് എവിടെ എഴുതുക? ഇടതുവശത്ത് എഴുതുക. മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ഇനി എന്ത് ചെയ്യുക? ഇവർ തമ്മിൽ കൂട്ടുക. 7 1 എത്രയാണ്? 8. 8 1/8 എന്ന് ഉത്തരം കിട്ടും. അശ്വതിയുടെ കറക്റ്റ് ഉത്തരമാണ്. അല്ലെങ്കിൽ നമുക്ക് വിഷമ ഭിന്നാകുമ്പോ എത്രയാ? 64 + 1 എത്രയാ? 65/8 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? എല്ലാവരുടെയും കറക്റ്റ് ഉത്തരമായിരുന്നു. എല്ലാവരും ഇത്രയും ചെയ്തു വെച്ചു. പിന്നെ എന്താണ്, നമ്മൾ ഈ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാൻ കൂടെ പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ? മനസ്സിലായോ? ചെയ്യേണ്ട രീതി മനസ്സിലായോ എല്ലാവർക്കും? ഇത് മനസ്സിലായെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യ്. അതൊന്നും കുഴപ്പമൊന്നുമില്ലെന്നേ.
നമ്മൾ അറിഞ്ഞു വരുമ്പോഴേ ഇതൊക്കെ മാറുള്ളൂ. എല്ലാവരും സിമ്പിൾ ടോപ്പിക്കാന്ന് പറയും, പക്ഷെങ്കിൽ എന്താ ഇടയ്ക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ നൂലാപ്പുകൾ ഉണ്ടാവും. ഇതിപ്പോ എല്ലാരും ചെയ്യുക എന്താ, ഇത് ആദ്യമേ 4 × 8 × 4 32, 32 + 3 35/8 എന്നാക്കും. പിന്നെ അടുത്തതിന് എന്ത് ചെയ്യും, 24 30/8 എന്നാക്കും. എന്നിട്ട് ഇതിനെ തമ്മിൽ കൂട്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് ഇത്തിലൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക എന്ന് തോന്നുന്നു അല്ലെ. അടുത്തൊരു ചോദ്യം തരട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ 5 1/2 + 6 1/4. ഓക്കെ, അതിന്റെ ഉത്തരം എല്ലാരും കമന്റ് ചെയ്യുക. ഈ രീതി നമ്മളൊന്ന് ചെയ്ത് സ്പീഡായി കഴിഞ്ഞാൽ നമുക്ക് എഴുതുവൊന്നും വേണ്ട, അല്ലാണ്ട് ജസ്റ്റ് നോക്കി തന്നെ ഉത്തരം പറയാൻ പറ്റും. ഫോർട്ടി 47/4 അർച്ചന അല്ല 47/4 അല്ലേ, 47/4. പോരട്ടെ, ആൻസറുകൾ പോരട്ടെ, ബാക്കിയുള്ളവർ കമന്റ്. ഓക്കെ, ഞാൻ പറയുകയാണ് 11 1/2 മെർലിൻ. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? അശ്വതി 11 3/4. ഓക്കെ, മെർലി എവിടെയാ മിസ്റ്റേക്ക് ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. 5 6 എത്രയാണ്? 11 + 1/2 + 1/4 അല്ലെ. സുനിതയ്ക്കും 11 3/4. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി എന്ത് ചെയ്യുക, വ്യത്യസ്ത ഛേദങ്ങളാണ്. എന്ത് ചെയ്യുക, ഇവയുടെ എൽസിയം എടുക്കുക അല്ലെ. അർച്ചനജി 11 3/4 47/4 കറക്റ്റ് ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, വ്യത്യസ്ത ഛേദങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യുക, എൽസിയം എടുക്കുക. 4ന്റെയും 2ന്റെയും എൽസിയം എത്ര കിട്ടി? 4 കിട്ടി. 2 4 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 2 × 1 + 1. ഉത്തരം എത്ര കിട്ടി? 11 3/4. കറക്റ്റ്. ഇനി എന്താ, ഇത് വിഷമ ഭിന്നത്തിലാണെങ്കിൽ എന്ത് ചെയ്യും? 11 × 4 44. 44 + 3 എത്രയാ? 47/4. ഓക്കെ, ഇപ്പൊ എല്ലാവരുടെ ആൻസർ എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, അടുത്തയിലേക്ക് പോകോട്ടെ. ഇനിയിപ്പോ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയപ്പോ ഒരു 3 പേരെയൊക്കെ വെച്ച് അവർ തരാറുണ്ട് പ്രീവിയസില്. അപ്പൊ നമ്മൾ അതുപോലത്തെ ഒരു കണക്ക് ചെയ്യാണ്. 4 1/3 + 6 1/9 + 7 1/12.
ഇത് സോൾവ് ചെയ്തിട്ട് ഉത്തരം പറയുക. ഇത്രയും ഡിജിറ്റ് ഒക്കെ തരാറുണ്ട് കേട്ടോ പരീക്ഷയ്ക്ക്. ഒന്ന് ഇത്തിരി സ്പീഡാക്കേ. അർച്ചന, അശ്വതി, ബബിത, മെർലിൻ പെട്ടെന്ന് കമന്റ് ചെയ്. സുനിത കമന്റ് ചെയ്, സ്പീഡ്.
എന്തു പറ്റി, കിട്ടുന്നില്ലേ? ആർക്കും കിട്ടിയില്ല? ഓക്കെ, എല്ലാരും ഇവിടെ ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറഞ്ഞോട്ടെ. ഹലോ, മെർലിൻ 17 19/36. ഒരാൾക്ക് ആൻസർ കിട്ടി. വെരി ഗുഡ്. ഓക്കെ, കിട്ടാത്തവരെല്ലാരും ഇവിടെ ശ്രദ്ധിക്കുക. ഇതിപ്പോ ഞാൻ ചെയ്യാം, നെക്സ്റ്റ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് തരാം. ആദ്യം എന്തേ, നമ്മൾ പൂർണ്ണസംഖ്യകളെല്ലാം തമ്മിൽ കൂട്ടുകയാണ്. ഇവിടെ ഏതൊക്കെയാ പൂർണ്ണസംഖ്യകളുള്ള? 4, 6, 7. അപ്പോ കൂട്ടുകയാണ്. 4 6 10, 10 7 എത്രയാണ്? 17. ഇനി നമ്മളിതാ ഭിന്നസംഖ്യകൾ എഴുതുകയാണ്. 1/3 പ്ലസ് 1/9 പ്ലസ് 1/12. ഇത്രയും ക്ലിയർ അല്ലേ? ദാ ഇവിടെ വ്യത്യസ്ത ഛേദങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ LCM കണ്ടുപിടിക്കണം. അപ്പോ ഞാൻ 17 അതുപോലെ തന്നെ എഴുതി. പ്ലസ് ദാ കൂട്ടത്തില് വലിയ സംഖ്യ ഏതാണ്? 12 ആണ്. 12 3ന്റെ ഗുണിതമാണ്, 9ന്റെ ഗുണിതമല്ല. അപ്പൊ നമ്മള് 12ന്റെ അടുത്ത ഗുണിതം എടുത്തു, 24. 3ന്റെ ഗുണിതമാണ്, പക്ഷെ 9ന്റെ ഗുണിതമല്ല. അപ്പൊ നമ്മള് വീണ്ടും 12ന്റെ അടുത്ത ഗുണിതം എടുത്തു. എത്രയാ? 36. 36 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതവുമാണ്, 9ന്റെ ഗുണിതമാണ്. അപ്പൊ നമ്മുടെ ഛേദം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 36 ആയിരിക്കും. ഇനി 36 3ൽ എത്ര പ്രാവശ്യം? 12 പ്രാവശ്യം. അപ്പോ 3ന്റെ അംശത്തിൽ 1 ഉണ്ട്. 1 പ്ലസ് 1 ഇൻറ്റു 12 പ്ലസ് അടുത്ത എത്രയാ? 36 9ൽ എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. അപ്പോ 9ന്റെ അംശത്തിൽ 1 ഉണ്ട്. 1 ഇൻറ്റു 4 പ്ലസ് 36 12ൽ എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. അപ്പോ 1 ഇൻറ്റു 3. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി 17 പ്ലസ് 12ഉം 4ഉം 16. 16 3 എത്രയാ? 19 ഡിവൈഡഡ് ബൈ 36. അപ്പൊ ഇതിനെ ഇനി നമുക്ക് എങ്ങനെ മിശ്ര ഭിന്നാക്കി എഴുതാം? 17 19/36. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയുള്ള കാര്യം. എളുപ്പമാണ്, ഈ രീതി ചെയ്യാൻ നോക്കി എളുപ്പമാണ്. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കണമുണ്ടായിരിക്കും നിങ്ങൾക്ക് ഇത്ര സമയം പോയത്. അപ്പൊ ഇത് ചെയ്യാൻ മനസ്സിലായെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യുക. ഇല്ലേ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ചെയ്യേണ്ട രീതി മനസ്സിലായോ? പറഞ്ഞു തന്നത് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ എസ് എന്ന് പറ. ഇല്ലേ ഞാൻ ഒന്നുകൂടെ പറയാം. എന്താ എല്ലാരും സൈലന്റ് ആയിരിക്കണേ? നോ കമന്റ്സ്. ചെയ്യുവാണോ എല്ലാരും? അർച്ചനയ്ക്ക് മനസ്സിലായി. ഓക്കെ, ബാക്കിയുള്ളവർക്ക് എന്തേ പോയോ? സുനിതയ്ക്ക് മനസ്സിലായി. ഓക്കെ, ബബിത, അശ്വതി, ഷംല, ക്ലിയർ ആയല്ലോ? ഈ രീതി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചെയ്യാൻ? അപ്പൊ നിങ്ങക്ക് സ്വയം ചെയ്യാനായിട്ട് ഞാൻ ഒരു കണക്ക് കൂടെ തരട്ടെ? എഴുതി കഴിഞ്ഞല്ലോ എല്ലാരും? One 4/7 plus 7 1/3 plus 3 3/5. എല്ലാരും ചെയ്തിട്ട് ആൻസർ കമന്റ് ചെയ്യുക.
ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മെർലിൻ 111 158/105. ഓക്കെ, ആ 158/105 നമുക്ക് ഇങ്ങനെ തന്നെയാണോ കിട്ടുന്നത്? ആൻസർ എന്റെ ഇല്ല, ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ചെയ്തു നോക്കുമ്പോഴേ ഉത്തരം കിട്ടത്തുള്ളൂ. 158/105 ആണെങ്കിൽ അതിനെ നമുക്ക് ഒന്നുകൂടെ മിശ്രഭിന്നം ആക്കാമല്ലോ. അതോ 111/58/105 ആണോ? ഓക്കെ ഓക്കെ, ആണെങ്കിൽ 158-നെ 105 കൊണ്ട് ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിനെ മിശ്രഭിന്നാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 11 കൂടെ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. നമ്മള് മുന്നത്തൊരു കണക്ക് ചെയ്തില്ലായിരുന്നോ? 11 158/105. ഇതാ ഒരാൾക്കൂടെ ആ സെയിം ആൻസർ കിട്ടിയിട്ടുണ്ട്. അർച്ചന, ഇവിടെ 158/105 നമുക്ക് ഒന്നുകൂടെ മിശ്രഭിന്നാക്കാമല്ലോ. അങ്ങനെ ചെയ്തേ, നമ്മൾ മുന്നത്തെ ഒരു കണക്കിൽ ചെയ്തതല്ലേ, സെയിം മെത്തേഡ് തന്നെ. എന്നിട്ട് ആൻസർ കമന്റ് ചെയ്യ്. അശ്വതി, ബബിത, സുനിത, പെട്ടെന്ന് കമന്റ് ചെയ്യുക ആൻസർ. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ, സമയം കളയണ്ട. പൂർണ്ണസംഖ്യയിലെല്ലാം കൂടെ കൂട്ടുക. 1, 7, 8, 3, 11. പിന്നെ എന്താ? പ്ലസ് 4/7 പ്ലസ് 1/3 പ്ലസ് 3/5. ഇവയുടെ പ്രത്യേകത എന്താ? വ്യത്യസ്ത ഛേദങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? എൽസിയം എടുക്കുക. അതിനു മുമ്പ് നോക്കിക്കേ, ഛേദങ്ങൾ ഏതൊക്കെയാ? 7, 3, 5. ഇവ എന്താണ്? ഒരു
പരസ്പര അഭാജ്യ സംഖ്യകളല്ലേ, അഥവാ സഹ അഭാജ്യ സംഖ്യകളാണ്. അതായത് ഇവയ്ക്ക് പൊതു ഘടകമായിട്ട് 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം സംഖ്യകളുടെ ലസാഗു കാണണ്ടേന് നമ്മൾ എന്താ ചെയ്യുക, ഇവയെ തമ്മിൽ അങ്ങ് ഗുണിക്കുക. 7 3 എത്രയാ 21, 21 × 5 എത്രയാ 105. അപ്പോൾ എങ്ങനെ എഴുതാം, 11 പ്ലസ് ലസാഗു എത്ര കിട്ടി 105 എന്ന് കിട്ടി. ഓക്കെ, ഇനി നോക്കിക്കേ 7 105 എത്ര പ്രാവശ്യം ഉള്ളത്, 7 105 എത്ര പ്രാവശ്യമുണ്ട്, 15 പ്രാവശ്യമുണ്ട്. അപ്പോൾ 7ന്റെ അംശത്തിലെ 4 × 15 പ്ലസ് 3 105 എത്ര പ്രാവശ്യമുണ്ട്, 35 പ്രാവശ്യം. അപ്പോ 1 × 35 പ്ലസ് 5 105 എത്ര പ്രാവശ്യമുണ്ട്, 21 പ്രാവശ്യം. അപ്പൊ 3 × 21 കറക്റ്റ് അല്ലേ. പിന്നെ എന്ത് ചെയ്യാ, 11 പ്ലസ് 15 × 4 എത്രയാ 60 പ്ലസ് 35 പ്ലസ് ഇതെത്ര വന്നു 63 ഡിവൈഡഡ് ബൈ 105 എന്ന് വന്നു. പിന്നെ എന്താ 11 പ്ലസ് ഇതെത്ര വന്നു 95, 98, 98 60 എത്രയാ 158/105 എന്ന് വന്നു. ഓക്കെ, ഇപ്പൊ ഇതൊരു പൂർണ്ണസംഖ്യ, ഇതെന്താണ് ഒരു വിഷമ ഭിന്നാണ്. നമ്മളപ്പോ ഇതിന് എന്ത് ചെയ്യുക, മിശ്ര ഭിന്നാക്കുക. അപ്പൊ എന്ത് ചെയ്യുക, 158 എന്ത് ചെയ്യുക 105 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര പ്രാവശ്യം, ഒരു പ്രാവശ്യം. 105 താഴേക്ക് എഴുതുക, എത്ര പ്രാവശ്യം 3 പ്രാവശ്യം. ഇത് എത്ര പ്രാവശ്യം 5 പ്രാവശ്യം. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 11 പ്ലസ് ഹരണഫലത്തിന് എവിടെ എഴുതുക, ഇടതുവശത്ത് എഴുതുക. ഡിവിഷനിൽ ആര് വരും 105 വരും. ശിഷ്ട എവിടെ വരും, മുകളിൽ വരും. ഓക്കെ, ഇത്രയും കറക്റ്റ് ആയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 11 പ്ലസ് 1 എത്രയാ 12. ഉത്തരം എത്ര കിട്ടി, 12 53/105 എന്ന് കിട്ടി. ഫൈനൽ ആൻസർ എത്രയാണ്, 12 53/105. ഓക്കെ, അശ്വതിക്ക് 23. അശ്വതി ഒന്നുകൂടെ ചെക്ക് ചെയ്യടാ. ഫൈനൽ ആൻസർ ഇതാണ് 12 53/105. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, PSC LDCയുടെ എക്സാമിനൊക്കെ ചോദിച്ചാണ്. അപ്പൊ അതേ ക്വസ്റ്റ്യൻ ഇത്രയും റേഞ്ച് ഒക്കെ വരും, കാരണം നമ്മൾ ചെയ്തെടുക്കാൻ കുറച്ച് സമയം പിടിക്കുന്ന ടൈപ്പ് കണക്കൊക്കെ വരാറുണ്ട്. ഓക്കെ, അർച്ചനയ്ക്ക് ഈ ഉത്തരം തന്നെയാണ് കിട്ടിയ 12 53/105. ഇനി മിശ്ര ഭിന്നത്തിലല്ല ഉത്തരം തന്നിരിക്കണ, എന്ത് ചെയ്യുക 12 × 105 ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനോട് 53 കൂട്ടുക. എന്നിട്ട് എന്താ ഡിവൈഡഡ് ബൈ 105 എന്ന് എഴുതുക. കമന്റ് ചെയ്തായിരുന്നല്ലോ, അത് തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇപ്പഴാ കേട്ടാ കാണുന്നേ, ഞാനത് കണ്ടില്ലായിരുന്നേ. 12 53/105 ഞാനത് കണ്ടില്ല, സോറി. മെർലി 12 കിട്ടുന്നത് നമ്മള് 158നെ 105 കൊണ്ട് ഹരിക്കുമ്പോ കിട്ടുന്ന ഹരണഫലത്തില് 11നോട് കൂട്ടുമ്പോഴാണ് 12 വരുന്നത്. 12 158/105 അല്ല, 12 53/105 ആണ് ഉത്തരം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഒന്നുകൂടെ പറയാം. മെർലിന് കിട്ടി. ക്വസ്റ്റ്യൻ എന്താണ്, 1 4/7 പ്ലസ് 7 1/3 പ്ലസ് 3 3/5 എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യമേ പൂർണ്ണസംഖ്യകളെല്ലാം നമ്മൾ കൂട്ടി എഴുതാൻ പോവാണ്. 1 7 8 8 3 11. അതിവിടെ എഴുതി. ഇനി എന്താ മിച്ചം വന്ന ഭിന്നസംഖ്യകൾ, കുറെ ഗസ്റ്റ് വന്ന. ഓക്കെ,
ഇനി ഇതാ മിച്ചം വന്ന ഭിന്നസംഖ്യകൾ എഴുതാൻ പോവാണ്. 4/7 പ്ലസ് 1/3 പ്ലസ് 3/5. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? 7, 3, 5 എന്ന് പറയുന്നത് സഹ അഭാജ്യ സംഖ്യകളാണ്. അപ്പൊ ഇവയുടെ ലസാഗു കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 3 സംഖ്യകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 7, 3, 21. 21 5 എത്രയാ? 105. അപ്പൊ നമ്മൾ എന്തെടുത്തു? ഛേദമായിട്ട് 105 എഴുതി. ഇനി എന്താ? 7ല് 105 എത്ര പ്രാവശ്യം? 15 പ്രാവശ്യം. 7ന്റെ അംശത്തിലുള്ള 4നെ എന്ത് ചെയ്യുക? 15 കൊണ്ട് ഗുണിക്കുക. പ്ലസ് 3ല് 35 പ്രാവശ്യം ഉണ്ട് 105. അപ്പൊ എന്ത് ചെയ്യുക? 3ന്റെ അംശത്തിലെ 1നെ 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് 5ല് 21 പ്രാവശ്യം ഉണ്ട് 105. അപ്പൊ എന്ത് ചെയ്തു? 5ന്റെ അംശത്തിലെ 3നെ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി എന്താ ചെയ്തേ? ഇവയെ തമ്മിൽ ഗുണിച്ചെഴുതുകയാണ്. 4ഉം 15 എന്ന് പറയുന്നത് 60 1 × 35 എന്ന് പറയുന്നത് 35. 21 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 63. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാ? അതാ 60ഉം 35ഉം 63ഉം തമ്മിൽ കൂട്ടിയപ്പോ നമുക്ക് എന്ത് കിട്ടി? 158 കിട്ടി. ഡിവൈഡഡ് ബൈ 105 എന്ന് കിട്ടി. ഇതൊരു വിഷമ ഭിന്നത്തിലെ ഫോമാണ്. അതായത് അംശം വലുതും ഛേദം ചെറുതുമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 158നെ 105 കൊണ്ട് ഹരിച്ചു. ഉത്തരം എത്ര കിട്ടി? 1 കിട്ടി. ഇവിടെ ഹരണഫലം 1ഉം ശിഷ്ടം നമുക്ക് എത്ര കിട്ടി? 53 കിട്ടി. എന്നിട്ട് നമ്മൾ അതിനെ എന്താക്കി? മിശ്ര ഭിന്നാക്കി എഴുതുകയാണ്. 11 പ്ലസ് 1 53/105 ഈ ഫോമിലേക്ക് എഴുതി. ഇനി ഇതെന്താ? ഇത് 2 പൂർണ്ണസംഖ്യകളല്ലേ? അവർ തമ്മിൽ നമ്മൾ കൂട്ടി എഴുതി. 11 പ്ലസ് 1 എത്രയാ? 12. മിച്ചം വന്ന സാധാരണ ഭിന്നത്തിന്റെ രൂപം എഴുതി. 53/105. ഉത്തരം കിട്ടി. ഓക്കെ അല്ലേ? ഷംല ക്ലിയർ ആയോ? ഓക്കെ ആണ്, ഡൗട്ട് ഒന്നുമില്ല. നമുക്ക് ഇനി ഇത് മിശ്രഭിന്നങ്ങൾ ഇനി എങ്ങനെയാണ് കുറയ്ക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അടുത്തൊരു ചോദ്യം എഴുതുക. 5 മൈനസ് 3 3/4 സമം ക്വസ്റ്റ്യൻ. ഫസ്റ്റ് കണക്ക് ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 5 മൈനസ്, ഇത് മൈനസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് എഴുതു? 3 എഴുതി. സാധാരണ രീതി മൈനസ് അല്ലെങ്കിൽ 3 പ്ലസ് 3/4 എന്നാണ് നമ്മൾ എഴുതാറുള്ളത്. പക്ഷെ ഇവിടെ മൈനസ് വന്നുകൊണ്ട് അകത്തുള്ള ആളും എന്തായിരിക്കും? -3/4 എന്നായിരിക്കും അല്ലേ? ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഇവരെ തമ്മിൽ കുറയ്ക്കുക. 2 പൂർണ്ണസംഖ്യകളെ തമ്മിൽ കുറയ്ക്കുക. 5 മൈനസ് 3 എത്രയാ? 2 മൈനസ് 3/4. മുന്നേ നമ്മൾ ചെയ്തപ്പോ നടുക്ക് പ്ലസ് വന്നപ്പോ നമ്മൾ എന്ത് എഴുതി? 2 3/4 എന്ന ഫോമിൽ എഴുതി. പക്ഷെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 മൈനസ് 3/4 സമം 2 3/4 എന്ന് നമുക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ല. അതെന്താണ്? അത് തെറ്റാണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുക? ഇതിനെ ഇങ്ങോട്ട് ഗുണിക്കുക. 24 8 മൈനസ് 3 എത്രയാ? 5/4. ഇനി ഇത് 5/4 എന്ന് പറയുന്നത് എന്താണ്? ഒരു വിഷമ ഭിന്ന അല്ലേ? അപ്പൊ ഇതിന് നമ്മള് മിശ്ര ഭിന്നാക്കാനായിട്ട് 5/4നെ 4 കൊണ്ട് ഹരിച്ചു. ഓക്കെ, ഉത്തരം എങ്ങനെ കിട്ടി? 1 4ൽ 1 കിട്ടി. അപ്പോ ഇതിന്റെ ഉത്തരം ഇങ്ങനെ കിട്ടി. അപ്പോ നിങ്ങള് ഒരു കാര്യം ശ്രദ്ധിക്കുക. 2 മൈനസ് 3/4 എന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങളിത് ഈ 4നെ കൊണ്ട് 2നെ ഗുണിച്ചിട്ട് കുറച്ച് എഴുതാനൊന്നും നിൽക്കണ്ട. അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഈ ഉത്തരത്തിലേക്ക് വരാനായിട്ട് 2 മൈനസ് 3/4 എന്ന ഫോമിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് 1 കുറയ്ക്കുക. എത്ര കിട്ടി? 1 കിട്ടി. ഇനി എന്താ? ഛേദം എത്രയാണോ ഛേദമായിട്ട് എഴുതുക, 4. പിന്നെ എന്താ? ഇവർ തമ്മിലുള്ള വ്യത്യാസം കാണുക. 4 മൈനസ് 3 1. ഈ ഉത്തരം തന്നെയല്ലേ നമുക്ക് ഈ രീതി ചെയ്തപ്പോഴും ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോ ഈ ഫോമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ ഗുണിച്ച് കുറച്ച് എഴുതാൻ നിൽക്കണ്ട. എന്ത് ചെയ്യുക? ഈ മൈനസിന് മുമ്പിലുള്ള ആളിൽ നിന്നും 1 കുറയ്ക്കുക. ഛേദം അതുപോലെ തന്നെ എഴുതുക. പിന്നെ എന്താ? ഛേദം മൈനസ് അംശം ചെയ്യുക. ഓക്കെ, മനസ്സിലായോ?
ഒന്നുകൂടെ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ആദ്യം മുതൽ പറയണോ, മൊത്തം തുടച്ചിട്ട് പറയണോ? ഫുള്ളായിട്ട് പറഞ്ഞുതരാം. ഫൈവ് മൈനസ് 3/4 എന്നാണ് ചോദ്യം തന്നിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ 5 എഴുതി. ഇത് മൈനസ് സൈൻ ആയതുകൊണ്ട് ഈ 3 മൈനസ് ആയിരിക്കും, ഈ മൈനസ് ഉള്ളിലേക്കും പോകും. അപ്പൊ ഇതെന്ത് എഴുതി? -3/4 എന്ന് വന്നു. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി എന്താ പൂർണ്ണസംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക. 5 - 3 എത്രയാ? 2 - 3/4. ഓക്കെ, 2 - 3/4 നമുക്ക് എന്താ 2 3/4 എന്ന് ഒരിക്കലും എഴുതാൻ പറ്റില്ല. അതെന്താണ്? അത് തെറ്റാണ്. നമ്മൾ നേരത്തെ ഇവിടെ പ്ലസ് വരുന്നപ്പോൾ 2 3/4 എന്ന് എഴുതിയിരുന്നു. പക്ഷെ 2 - 3/4 എന്ന് വെച്ച് കഴിഞ്ഞാല് 2 3/4 എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. അത് ക്ലിയർ ആയോ? പിന്നെ സാധാരണഗതിയിൽ എല്ലാരും ചെയ്യുക എന്താണ്, ഇങ്ങനെ വരുമ്പോ 4-നെ ഈ 2-മായിട്ട് ഗുണിക്കും. എത്ര കിട്ടി? 8. പിന്നെ ഈ 3 കൊണ്ട് കുറയ്ക്കും. എത്ര കിട്ടി? 5/4. സാധാരണ എല്ലാരും ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. 4 × 2 8, 8 - 3 5/4 എന്ന് ചെയ്യും. അപ്പൊ ഇതെന്താണ്? ഇത് വിഷമ ഭിന്നാണ്. വിഷമ ഭിന്നത്തിന് നമ്മൾ മിശ്ര ഭിന്നാക്കാനായിട്ട് എന്ത് ചെയ്തു? ഹരിച്ചു. ഉത്തരം 1/4 എന്ന് കിട്ടി. അപ്പോ ഇത് ചെയ്യുമ്പോ എന്താണ്? ഇത്ര കൂടെ ടൈം നമുക്ക് പോയി കിട്ടും. അത്രയൊന്നും പോകണ്ട. നമ്മളിതാ ഈ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഉത്തരം കിട്ടും. മൈനസിന് ഫ്രണ്ടിലുള്ള സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കുക. എത്ര കിട്ടി? 2-ൽ നിന്ന് 1 പോയപ്പോ 1 കിട്ടി. ഛേദം അതുപോലെ തന്നെ എഴുതുക. അംശം കിട്ടാനായിട്ട് എന്താ? ഛേദം മൈനസ് അംശം. 4 - 3 എത്രയാ? 1. ഉത്തരം കിട്ടിയല്ലോ. ഇത്രയുള്ള കാര്യം മനസ്സിലായോ? മനസ്സിലായെങ്കിൽ എസ് ഒന്ന് കമന്റ് ചെയ്യുക എല്ലാരും. സ്പീഡായി പോയോ? അർച്ചനയ്ക്ക് ഓക്കെയാണ്. മെർലിൻ ഓക്കെയാണോ? ഷംലയ്ക്ക് ഓക്കെയാണ്. പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു? അശ്വതി, ബബിത, ഇവർക്കൊക്കെ ഓക്കെയാണോ? എഴുതിയെടുത്തോ? ഇത് എഴുതിയെടുത്തോ എല്ലാരും? പെട്ടെന്ന് കോപ്പി. ഓക്കെ, സുനിതക്ക് ഓക്കെ. അടുത്ത ചോദ്യം തരട്ടെ. -8 - 5 1/4. എല്ലാരും ഇതൊന്നും ചെയ്തിട്ട് ആൻസർ കമന്റ് ചെയ്യുക.
ഷംലക്ക് 2 3/4 കിട്ടി. ബബ്ദക്കും 2 3/4 കിട്ടി. ഓക്കെ, പെട്ടെന്ന് കമന്റ്. ഓക്കെ, സുനിതയ്ക്ക് കിട്ടി, മെർലിന് കിട്ടി. എല്ലാവർക്കും സെയിം ആൻസർ. അർച്ചന എന്തായി പോയോ? കമന്റ് കാണുന്നില്ല. അശ്വതിയുടെ കമന്റും വന്നിട്ടില്ല. ഓക്കെ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 8 - 5 - 1/4. 8 - 5 എത്രയാ? 3. 3 - 1/4. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യുക? 3ൽ നിന്ന് 1 കുറയ്ക്കുക, 2. ഛേദം, അത് ഛേദമായിട്ട് എഴുതുക. പിന്നെ എന്താ? ഇവർ തമ്മിലുള്ള വ്യത്യാസം. 4 - 1 എത്രയാണ്? 3. 2 3/4. എല്ലാവരുടെയും ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പോൾ 4 മണിയായി, നമുക്ക് നിർത്താം. നാളെ ഒരു സ്പെഷ്യൽ ക്ലാസ് ഇടട്ടെ? ജോയിൻ ചെയ്യാൻ പറ്റുമോ എല്ലാവർക്കും? കാരണം ഇന്നത്തെ കൊണ്ട് മിശ്രഭിന്നങ്ങൾ തീർന്നിട്ട് നാളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യാമെന്നാണ് വിചാരിച്ചേ. ഇനി മിശ്രഭിന്നങ്ങളുടെ ഗുണനവും ഹരണവും കൂടെ പെൻഡിങ് ആണ്. അപ്പൊ നാളെ നമുക്കൊരു സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്താലോ? എന്താ പറയുന്നത്? നാളെ 3 മണിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എല്ലാവർക്കും? കമന്റ് ചെയ്യെല്ലാരും. നാളെ 3 മണിക്ക് ഓക്കെ ആണോ? ഷംല ഓക്കെ ആണ്. ബാക്കിയുള്ളവരൊക്കെ പറയും. നമുക്ക് മിശ്രഭിന്നങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് തീർക്കാം. ഇനി എൻ്റെ ഗുണനവും ഹരണവും ഉണ്ട്. ഓക്കെ, മെർലിൻ ഓക്കെയാണ്. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇത് തീർന്നു. പിന്നെ ഇതിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൂടെ ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അർച്ചനയ്ക്ക് ഓക്കെയാണ്. ബാക്കിയുള്ളവരൊക്കെ എന്താ വേണ്ടാത്ത? സുനിത, അശ്വതി, ബബിത. ഓക്കെ, അപ്പൊ നാളെ 3 മണിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാം ചാനലിൽ പറയുന്നതാണ്. അപ്പൊ നാളെ കാണാം. ഓക്കെ അല്ലേ? ബൈ എന്നാ.